വചനമൊഴി ഡിസംബർ 16. വചനഭാഗം 2 കോരിന്തോസ് 3:1-11, മത്തായിയുടെ സുവിശേഷം 11:7-15. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് സക്രിയായുടെ കീർത്തനമായിരുന്നു. സ്നാപയോഹന്നാന്റെ ദൗത്യം എന്തായിരുന്നുവെന്നാണ് ഇന്നലെ തിരുവചനം പറഞ്ഞത്. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് സ്നാപകയോഹന്നാനെ കുറിച്ചുള്ള ഈശോയുടെ സാക്ഷ്യമാണ്. ഈശോ സ്നാപകയോഹന്നാനെ കുറിച്ച് പറയുന്നത് പ്രവാചകനേക്കാൾ വലിയവൻ എന്നാണ്. പഴയ നിയമത്തിലെ പ്രവാചകനേക്കാൾ വലിയവനും മഹത്വമുള്ളവനുമാണ് സ്നാപകയോഹന്നാൻ എന്ന് ഈശോ പറയുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണം തന്നെയാണ് സ്നാപകയോഹന്നാൻ. വീണ്ടും സ്നാപകയോഹന്നാന്റെ മഹത്വം എടുത്തു കാണിക്കുവാനായിട്ട് ഈശോ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന്. ഹെബ്രായ ശൈലിയാണ് ഈ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ രീതിയിലുണ്ടാകുന്ന ജനനം ബലപ്രയോഗത്തിലൂടെ സ്വർഗരാജ്യം വിധേയമാക്കുന്നു എന്നാണ് പറയുന്നത്. ബലപ്രയോഗം എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയുള്ള യാത്രയാണ്, ഈശോയുടെ മാർഗത്തിലൂടെയുള്ള യാത്രയാണ്. പ്രാർത്ഥനയും ഉപവാസവും വഴി തിന്മയെ കീഴടക്കിക്കൊണ്ടുള്ള ജീവിതമാണ്. വിശ്വാസ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച്, ത്യാഗങ്ങളെയും സഹനങ്ങളെയും അഭിമുഖീകരിച്ച് മുന്നേറുന്ന ജീവിതമാണ്. മിശിഹായുടെ അനുയായികൾ എന്നതിന്റെ പേരിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങളെയും സഹനങ്ങളെയും പീഡനങ്ങളെയും അഭിമുഖീകരിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവിതമാണ്. ഇപ്രകാരം പല വിധത്തിൽ തന്നോട് തന്നെ ബലപ്രയോഗം നടത്തി വേണം ഓരോ വിശ്വാസിയും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബലപ്രയോഗത്തിലൂടെ സ്വർഗരാജ്യം കരസ്ഥമാക്കുന്നുവെന്ന്. തിന്മയ്ക്കെതിരെ ബലപ്രയോഗം നടത്തി സ്വർഗരാജ്യം നേടുന്നതിനെ കുറിച്ചാണ്. സഹനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിച്ച് സ്വർഗരാജ്യം നേടുന്നതിനെ കുറിച്ചാണ്. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് സ്വർഗരാജ്യം നേടുന്നതിനെ കുറിച്ചാണ്. മിശിഹായെ പ്രതി പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ അതും അഭിമുഖീകരിച്ച് വിശ്വാസത്തിൽ സ്ഥിരതയിൽ നിൽക്കുന്നതിലൂടെ സ്വർഗരാജ്യം നേടുന്നതിനെ കുറിച്ചാണ്. പ്രകാരം ബലപ്രയോഗത്തിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. പൗലോസ് ശ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെയും മിശിഹായുടെ ശുശ്രൂഷകരും ശുശ്രൂഷയിൽ രൂപം കൊള്ളുന്ന വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെയാണ് പറയുന്നത്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞങ്ങൾക്കുള്ള ശുപാർശക്കത്ത് നിങ്ങൾ തന്നെയാണ്. വിശ്വാസി സമൂഹത്തിന്റെ ജീവിതമാണ് പൗലോസിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ശുപാർശക്കത്ത്. ജീവിതം കൊണ്ട് മിശിഹായ്ക്ക് സാക്ഷി നൽകുവാൻ, ജീവിതം കൊണ്ട് വചനത്തിന് സാക്ഷി നൽകുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.